മനസ്സ് വിശാലമാകണം, പുറത്തു കൊടുക്കാൻ കഴിയണം. ഔലിയാക്കള് എത്രയും ഖനപ്പെട്ട വിഷയങ്ങൾ പുറത്തു കൊടുത്ത് അല്ലാഹു തആല അത് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ വഴി സ്വീകരിക്കാനാണ്. ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ പറയട്ടെ, മക്കള് നന്നാകാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴി അതാണ്. ദുസ്വഭാവങ്ങൾ വന്നാൽ അവരെ വിട്ടുവീഴ്ച ചെയ്തിട്ട് നന്നാക്കണം. നല്ല നിലക്ക് അവരെ കൂടെ നിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ശാപത്തിന്റെ വർഷങ്ങൾ നൽകിയിട്ട് അവരെ പിഴുതെറിയാൻ പാടില്ല. നീ നിന്റെ വഴിക്ക് പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് ആട്ടാൻ പാടില്ല. എത്ര വലിയ വിഷമം സഹിച്ചു നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 10 മക്കളെ കൊണ്ട്, നല്ല ആരോഗ്യമുള്ള 10 മക്കളെ കൊണ്ട് എത്ര വിഷമമാണ് സഹിച്ചത്. ഒരിക്കൽ പോലും അവരെ പഴിച്ചിട്ടില്ല. മക്കള് വന്ന് പരമ്പരയായി കളവ് പറഞ്ഞപ്പോഴും മഹാനവറുകളുടെ ഭാഷ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളാ പറഞ്ഞതിനൊക്കെ എനിക്ക് മറുപടി പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നല്ല ക്ഷമയാണ്. നിങ്ങൾ പറഞ്ഞതിന് മുഴുവനും ഞാൻ അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുകയാണ്. സഹായം ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ്. വീട്ടിന്റെ പടിക്ക് പുറത്താക്കിയിട്ടില്ല എന്നൊന്നും പറഞ്ഞവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ടില്ല. അവരോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത്. 10-80 കൊല്ലത്തോളം സഹിച്ചിട്ട് സഹനത്തിന്റെ മാർഗം സ്വീകരിച്ച്, ക്ഷമയുടെ മാർഗം സ്വീകരിച്ച് വീണ്ടും ആ മക്കളോട് പറയുന്നു, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ വലാ തയഅസൂ മിർ റൗഹില്ലാഹ്. മക്കളോട് ചൊടിച്ചു നിൽക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, സ്നേഹമസൃണമായ വിട്ടുവീഴ്ച മനോഭാവം നൽകിയിട്ട് അവരെ നന്നാക്കി കൂടെ ചേർത്ത് പിടിക്കണം. അവരുടെ ദുസ്വഭാവങ്ങൾ നിങ്ങൾ പുറത്ത് പബ്ലിസിറ്റി ചെയ്യരുത്. നമ്മളെ മക്കളാണ്, അവർ നന്നായി കിട്ടണം. ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെയുള്ള പെരുമാറ്റം കൊടുക്കണം. എന്നിട്ട് അവർ നന്നാകാൻ അള്ളാഹുവിനോട് ദ്വാരക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെയൊന്നും നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മകനെ തന്റെ ചാരത്ത് നിന്ന് അടർത്തി കൊടുത്തു കൊണ്ടുപോയി. എത്ര വലിയ വിഷമമാണ് ആ ഉപ്പാക്ക മക്കൾ സൃഷ്ടിച്ചത്. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയെ സഹോദരങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? നാട് കടത്തി വിട്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടത്തി കൊണ്ടുപോയിട്ടുണ്ടോ? തിരിച്ചു വരാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. എന്തോ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി മനസ്സും ശരീരവും അകന്നു നിൽക്കുന്നു. അകലാൻ പറ്റൂല. ഒരുമിച്ച് കഴിയണം. നല്ല സ്നേഹത്തോടെ സ്വഭാവത്തോടെ വർത്തിക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ഇതൊക്കെ ചെയ്ത മക്കളെ വീട്ടിൽ താമസിപ്പിച്ചിട്ടും അവരോട് പറയുന്നു, നിങ്ങൾ പോയി തെരഞ്ഞു നോക്കണം. യൂസുഫ് നബിയെയും സഹോദരനെയും പോയി ഒന്ന് അന്വേഷിക്കണം. എവിടെയെങ്കിലും കണ്ടെത്താതിരിക്കൂല. നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത്. ആ മക്കള് സന്തോഷത്തോടെ പോകുന്നു. മക്കൾ ആദ്യമായിട്ട് മിസ്റിലേക്ക് പോകുമ്പോഴേ സ്നേഹത്തോടെ ആ ബാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് എന്റെ മോനെ ചെയ്ത മക്കളല്ലേ, ഇനിയിപ്പോ ഇവരങ്ങ് പോയി നിറ്റൊന്നും വരാനില്ല. റേഷൻ സ്വീകരിക്കാൻ വേണ്ടി മിസ്റിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് ബാപ്പ പറഞ്ഞ സ്നേഹത്തിന്റെ വാക്കെന്താണ്? 10 മക്കളോടും ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. നിങ്ങളെ കണ്ടാലൊക്കെ ഒരു ബാപ്പന്റെ മക്കളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരേ ഗേറ്റിലൂടെ കടക്കരുത്. 2-3 കവാടങ്ങൾ ഉണ്ടാകുമല്ലോ, മാറി മാറി അതിലൂടെ ഒക്കെ കടക്കണം. എന്താണ് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ ആലോചിച്ചു. എപ്പോഴാണെന്ന് പറയുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കണ്ട ശേഷമല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ വർഷങ്ങളോളം കഥന കണ്ണീരൊഴുക്കിയ ശേഷവും വീട്ടിലിരിക്കുന്ന മക്കളോട് സ്നേഹത്തിന്റെ വായ്പകളൊന്നും കുറയാതെയുള്ള ഭാഷ. നിങ്ങൾ എല്ലാവരും മിസ്റിലേക്ക് പോവുകയാണ് റേഷൻ സ്വീകരിക്കാൻ. എന്നാലും മക്കളെ,
എല്ലാവരും കൂടി ഓരോ ഗേറ്റിലൂടെ പ്രവേശിക്കരുത്. കണ്ടാൽ എല്ലാവരും ഒരു ഉപ്പയുടെ മക്കളാണ് എന്ന് തോന്നും. ആരെങ്കിലൊക്കെ കണ്ടിട്ട് ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കൂടി വന്നിരിക്കാന്ന് നിങ്ങൾക്കെതിരെ കണ്ണെറിയരുത്. നാവ് കൊണ്ട് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് ഏറില്ലേ, അതെറിയരുത്. അതുകൊണ്ട് നിങ്ങൾ ആ മക്കളുള്ള സ്നേഹാണത്. വ്യത്യസ്ത ഗേറ്റിലൂടെ കിടക്കണം. ആ ഉപ്പാന മനസ്സിൽ നിന്ന് വന്നൊരു സ്നേഹം നോക്ക്. നിങ്ങൾ ഇനി പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ല, ഞങ്ങളൊന്ന് മിസ്റിലേക്ക് പോയിട്ട് ഭക്ഷണം കൊണ്ടുവരട്ടെ, നിങ്ങൾ എല്ലാരും പോയിക്കോളൂ. പോകുമ്പോ സ്നേഹത്തോടെ കൊടുക്കുന്ന വാക്ക്, ഉപദേശം, അതാ മക്കളോട് ആ ഉപ്പയുടെ മനസ്സിലുള്ള സ്നേഹത്തെയാണ് അല്ലാഹു തആല അടയാളപ്പെടുത്തി തരുന്നത്. കറകളൊന്നുമില്ല യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ. ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉപദേശം കൊടുക്കോ? ഏതായാലും യൂസുഫ് നബി പോയില്ലേ, ഇനി വരും പോയിക്കോട്ടെ, അത്ര വലുതൊന്നല്ലല്ലോ എന്നല്ല ചിന്തിക്കുക. അല്ലല്ല, എന്റെ മക്കളാണ്, ഈ 10-11 ആളും എന്റെ മക്കളാണ്, എന്റെ കുട്ടികളാണ്, അവരൊക്കെ നന്നാകണം, നല്ലവരാകണം എന്ന ചിന്തയോടെ കൊടുക്കുന്ന ഉപദേശം. തിരിച്ചു വന്നപ്പോ വീണ്ടും നേരത്തെ ഉള്ളതിനേക്കാൾ ദുഃഖത്തിന്റെ മേൽ ദുഃഖം വന്നപ്പോഴും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പിടിവിട്ടിട്ടില്ല. എന്റെ മക്കളെ കയ്യിൽ നിന്ന് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടും അപ്പോഴും മഹാനവറുകൾ പറയുന്നത്, ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറൻ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നിങ്ങളെ മനസ്സിൽ എന്തോ തോന്നി, അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് എന്നോട് വന്നിട്ട് നിങ്ങൾ പറയാണല്ലേ, ശരി ഞാൻ ക്ഷമിച്ചോളാം, നേരത്തെയും ഞാൻ ക്ഷമിച്ചതല്ലേ, ഞാൻ ക്ഷമിച്ചോളാം. ഉപ്പമാരോട് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു കഥന കണ്ണീര് നമ്മുടെ സമൂഹത്തിലെ ബാപ്പയും ഉമ്മയൊന്നും കുടിച്ചിട്ടില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റിക്കഴിയുന്ന ബാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, സ്നേഹത്തിന്റെ ഈമാനിന്റെ കണിക ബാക്കിയുണ്ടെങ്കിൽ നന്നാകണം. മക്കളോട് നന്നാകണം. ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ ബാക്കിലായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. ജമാഅത്തിൽ നിസ്കാരമൊക്കെ കറക്റ്റാണ്. റവാത്തിബ് 4 ആണെങ്കിൽ 4 നിസ്കരിക്കും, ഇത്ർ 11 നിസ്കരിക്കും, ദുഹാ 8 നിസ്കരിക്കും, അവ്വാബീനും നിസ്കരിക്കും, തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കും. മക്കളോട് എല്ലാരോടും ബൈൻ എല്ലാരോടും ഇവിടെ പറഞ്ഞു. ഒരൊറ്റ കുട്ടിയോടും ഒരു സ്നേഹപരമായ കണക്ഷൻ ഇല്ല, ആത്മപരമായ ബന്ധമില്ല, സ്നേഹപ്പെരുമാറ്റമില്ല. ഈ നിസ്കാരത്തിനേക്കാളും കൂടുതൽ, ഈ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും കൂടുതൽ നാളെ മീസാനിൽ കണം തൂങ്ങുന്നത് സ്നേഹമുള്ള സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഖലു മാ യുളഉ ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന സംഗതി ഹുസ്നുൽ ഖുലുഖി, സ്നേഹമസർണമായ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് പഠിക്കണം നമ്മൾ അതാ പഠിക്കേണ്ട. പ്രധാനമായിട്ടും നമ്മിലൂടെ നിയലിക്കേണ്ട ഇസ്ലാം ആ സ്നേഹത്തിൽ ചാലിച്ച സ്വഭാവമാണ്. അതാ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് വേണം. നിങ്ങൾ നോക്കി, ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നില്ല. ബാപ്പാരോടും ഉമ്മമാരോടും മാപ്പ് ചോദിക്കാനുള്ള തന്റെ ഇടം മക്കളായ നമുക്ക് വേണം. എന്റെ ബാപ്പക്ക് 70 വയസ്സായി, ഏറിപ്പോയാൽ ഒരു 5 കൊല്ലം 10 കൊല്ലം എന്ന് പറയരുത്. അബദ്ധവശാൽ ഒരു വാക്ക് വന്നോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് മാപ്പ് ചോദിച്ചതുപോലെ 10 പേരും ബാപ്പയോട് മാപ്പ് ചോദിച്ചതുപോലെ മാപ്പ് ചോദിക്കണം. നന്നാകാനാണ് മാപ്പ് ചോദിക്കുന്ന ശൈലി. നമ്മൾ നല്ലവരാണ് എന്ന് അല്ലാഹു തആല നമ്മളെ പറ്റി വിലയിരുത്താനാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടാനല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനാണ്. തെറ്റുകാരാണ് മക്കള് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ എല്ലാവരും പറഞ്ഞില്ലേ, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതീൻ. ഞങ്ങളെ ഉപ്പാ, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയി, ഞങ്ങൾ തെറ്റുകാരായി പോയി.
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊച്ചനുജനെ കണ്ടെത്തി. എവിടെ കണ്ടെത്തി? അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ കണ്ടെത്തി. കണ്ടെത്തിയ സമയത്ത് അവരെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്താനും അറസ്റ്റ് ചെയ്തുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കാനും കഴിവുള്ള രാജാവിന്റെ പവറുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മൾ താമസിക്കുന്ന യുഗത്തില് എത്രയോ വ്യത്യസ്തമായ വിചിത്രമായ രാഷ്ട്രീയ പ്രേരിതമായ വിഷയങ്ങൾക്ക് വേണ്ടി ജേട്ടൻ അനുജനെയും അനുജൻ ജേട്ടനെയും വകവരുത്തിയിട്ടുണ്ടേ. ആ ഒരു പ്രതലത്തിൽ നിന്നാ നമ്മൾ സംസാരിക്കുന്നത്. എന്താ രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം? ഇസ്ലാമിൽ ഒരേ വിശ്വാസത്തിലാണോ ആണ്? ഒരേ പ്രമാണത്തിലാണോ ആണ്? രണ്ടുപേരും സുന്നികളാണോ? സുന്നികളാണ്. മഖ്ബറയിൽ വരുന്നവരാണോ? വരുന്നവരാണ്. ഭൗതിക തലത്തിൽ സ്വീകരിച്ച ചിന്തകൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് അതൊരു സ്നേഹത്തിന് മറയാകരുത്, തടസ്സമാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമ്പർക്കത്തിനത് തടസ്സമാകരുത്. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും പോകുന്നതിനും അതൊരിക്കലും തടസ്സമാകരുത്. നിങ്ങൾ കണ്ടില്ലേ, സ്വന്തം അധികാര രൂപത്തിൽ അധികാര കസേലിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം എല്ലാ സഹോദരങ്ങളോടും ഒരുമിച്ച് പറഞ്ഞത് യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. സ്വന്തം ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും എന്നെ അടർത്തിയിട്ട് വർഷങ്ങൾ 70 കഴിഞ്ഞു, 80 കഴിഞ്ഞുപോയി. 80 വർഷം ഇപ്പുറത്ത് എന്റെ വാപ്പയെ കാണാതെ, എന്റെ ഉമ്മയെ കാണാതെ ഞാൻ ഒറ്റക്കല്ലേ ഈ മിസ്റിന്റെ വിവിധ തസ്തികകളിൽ ഞാൻ കഴിയേണ്ടി വന്നത്. എന്നാലും നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല. കാരണം എന്താ? നിങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങളെക്കാളും വലിയ തെറ്റ് ചെയ്തവർക്ക് റഹ്മത്ത് ചെയ്ത് മാപ്പ് കൊടുത്തവനാണല്ലോ. നിങ്ങൾ നല്ലവരാകണം. ആ ഒരു ഉപദേശം യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അനുജൻ ഉമ്മയോട് നിനക്ക് അസ്വാരസ്യങ്ങൾ വന്നിട്ടുണ്ടോ? തിരുത്തണം, നന്നാകണം. ആ നന്നാകുന്നതാണ് അഫു എന്ന് പറയുന്ന ശൈലി, വിട്ടുവീഴ്ച എന്ന് പറയുന്ന ശൈലി. എത്രമാത്രം നല്ലൊരു ശൈലിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് നിങ്ങൾക്ക് സൗഫാസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ഇപ്പോൾ ചോദിക്കുന്നില്ല, ഒരു സമയം ഞാൻ അതിന് കാത്തു കഴിയുന്നുണ്ട്. അള്ളാഹു പുറത്തു തരുന്നവനാണല്ലോ, മഹാകാരുണ്യം ചെയ്യുന്ന കാരുണികനാണല്ലോ. എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം വെള്ളിയാഴ്ച രാത്രി, അഥവാ നമ്മളെ നാട്ടിലൊക്കെ സഹോദരന്മാരെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്ന് പറയാറില്ലേ? വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം വെള്ളിയാഴ്ച രാത്രിയിൽ അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മാപ്പിന് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു. അവരെല്ലാവരും കൂടി സ്വാലിഹീങ്ങളായി, നല്ലവരായി. പിന്നെയും ആ മക്കളെ കൂട്ടത്തിൽ സന്തോഷത്തോടെ ബാപ്പയും ഉമ്മയും കഴിച്ചുകൂടി. അതിനുശേഷം ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രിയിലും അത്താഴത്തിന്റെ നേരം വിടാറില്ല, പ്രാർത്ഥന ഒഴിവാക്കാറില്ല. ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രി അങ്ങനെ എഴുന്നേറ്റ് അള്ളാഹുവിനോട് മക്കളെ വിഷയത്തിൽ കേണപേക്ഷിച്ചുകൊണ്ട് നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹിസ്സലാം ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ മക്കൾക്ക് സംഭവിച്ചത് അപരാധമാണ് റബ്ബേ, നീ അവർക്ക് മാപ്പ് കൊടുക്കണം, അവരെ നീ സ്വീകരിക്കണം, അവരെ നല്ലവരാക്കണം. അവരാ ദുശ്ചെയ്തികളുടെ പേരിൽ നീ അവരെ പരീക്ഷിക്കരുത്. എന്നോട് അവർ ചെയ്ത് തീർത്തും അന്യായമാണെങ്കിലും ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്, നീയും പൊറുക്കണേ അല്ലാ
എന്ന് ബാപ്പമാര് പറയുമ്പോ, ഉമ്മമാര് ചോദിക്കുമ്പോ, ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു നല്ല മനസ്സിന്റെ ചോദ്യം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഗുണം ഇതുവരെ നമ്മൾ അനുഭവിച്ചതിനേക്കാളും വലുതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ 25 വർഷങ്ങൾ ഏറ്റവും സന്തോഷമുള്ള വർഷങ്ങളാണ്. കാരണം ഈ 12 മക്കളും അനുസരണശീലമുള്ളവരായി, അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നവരായി, നല്ല നല്ല മഹാന്മാരായി.